അല്ല, 3 കാര്യങ്ങൾ. ഹസ്കറിന് 3 കാര്യങ്ങൾക്ക്, പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം, അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർ തെറ്റിദ്ധരിച്ചു പോകും. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ലക്ഷ്മി നാളെ പോയി ഹോം ലോൺ എടുക്കുന്നു, അപ്പോൾ ബാങ്കാണല്ലോ പലിശ നിശ്ചയിക്കുന്നത് എന്നാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ? ലക്ഷ്മിയുടെ മുമ്പിൽ 5-6 ബാങ്കുകളുണ്ട്. അപ്പോൾ ഒരു ബാങ്കിൽ 10%, ഒരു ബാങ്കിൽ 2%, ഒരു ബാങ്കിൽ 3%. ഒരു ബാങ്കിൽ 1% ആണെങ്കിൽ ലക്ഷ്മി എവിടെ നിന്ന് എടുക്കും? 1% ഉള്ളിടത്തു നിന്നല്ലേ എടുക്കും. പക്ഷേ മസാല ബോണ്ട് ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൽ സബ്സ്ക്രിപ്ഷനായി വരുന്ന ഏതെങ്കിലും കമ്പനി വന്ന് കോട്ട് ചെയ്താൽ ഉടനെ അവരിൽ നിന്ന് അവർക്ക് നമ്മൾ ഈ പറയുന്ന ബോണ്ട് ഇഷ്യൂ ചെയ്യണമെന്ന് നിയമമില്ല. അപ്പോൾ അവരുടെ 10% കൂടുതലാണെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാം. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബോണ്ട് വിഡ്രോ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. 2100 കോടി രൂപ ഞങ്ങൾക്ക് ഇവിടുന്ന് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. പക്ഷേ അയ്യോ, ഒരാളെ വന്നുള്ളൂ, അവർ 10%ആണ് പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പലിശക്കാരൻ അണ്ണാച്ചി 10% വരുന്നു, കർണാടകയിൽ നിന്ന് വരുന്ന പുള്ളി 8% വരുന്നു, കേരളത്തിൽ തന്നെയുള്ള ഏതെങ്കിലും പലിശക്കാരൻ, എക്സാമ്പിളാണ് കേട്ടോ, പലിശക്കാരൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, പലിശക്കാരൻ 5% വരുന്നു, എവിടെ നിന്ന് എടുക്കും? 5% നിന്നല്ലേ എടുക്കൂ. അപ്പോൾ അതാണ് ജനത്തിന് മനസ്സിലാവുന്ന ടാറ്റിക്സ്. നിങ്ങൾ എടുത്തത് 10%. എന്തുകൊണ്ടാണ് ചലഞ്ച് ചെയ്യാൻ പറ്റാത്തത്? അല്ല, പറയാം. കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം, അത് രണ്ടാമത്തെ ഉത്തരം വരുമ്പോൾ അത് മനസ്സിലാവും. കിഫ്ബി എന്ന് പറയുന്ന സംവിധാനം വളരെ ക്രൂക്കഡായി, വളരെ പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ കിഫ്ബി എതിർത്തത്. കാരണം കിഫ്ബിയിലേക്ക് വരുന്ന പൈസ ഒന്നും ഔട്ട് ഓഫ് ബഡ്ജറ്റ് പൈസകളല്ല. ഈ മസാല ബോണ്ട് ഒഴികെ ബാക്കി ഒരു പൈസയും ഇവർക്ക് ഔട്ട് ഓഫ് ബഡ്ജറ്റ് കണ്ടെത്താൻ പറ്റിയില്ല. എന്താ ചെയ്യുന്നതെന്നറിയോ? ബഡ്ജറ്റിലേക്ക് സ്വാഭാവികമായും വരേണ്ട പൈസ കിഫ്ബിയിലേക്ക് വക തിരിച്ചു വിടുകയാണ് ചെയ്തത്. കിഫ്ബിയുടെ പേരിൽ ഇപ്പോൾ ലക്ഷ്മി ഈ സ്റ്റുഡിയോയിലോട്ട് വന്നില്ലേ? സ്റ്റുഡിയോയിലോട്ട് വന്നപ്പോൾ പെട്രോൾ അടിച്ചു കാണുമല്ലോ, ആ പെട്രോളിലും സെസ്സുണ്ട് കിഫ്ബിയുടേത്. ഓർത്തു നോക്കൂ, നമ്മുടെ ഈ പറയുന്ന റോഡ് ടാക്സ് അടക്കമുള്ളത് കിഫ്ബിയിലേക്ക് ഇവർ വഴി തിരിച്ചു വിട്ടു. ഇല്ലായിരുന്നെങ്കിൽ അത് എവിടെ എത്തുമായിരുന്നു? ഇല്ലായിരുന്നു, സ്വാഭാവികമായി പൊതു ബഡ്ജറ്റ് എത്തുമായിരുന്നു. അപ്പോൾ കിഫ്ബി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ആവശ്യം എന്താ? ഇനി മറ്റൊരു ചോദ്യം, കിഫ്ബിയുടെ പേരിൽ 2100 കോടി രൂപ ഇവർ സമാഹരിച്ചല്ലോ, അത് കിഫ്ബി വഴിയാണ് സമാഹരിച്ചത് എന്ന് പറയുന്നുണ്ടല്ലോ. അത് തിരിച്ചടിച്ച 3600 കോടി രൂപ അത് കിഫ്ബിയിൽ നിന്നാണോ അടച്ചത്? അല്ല, കിഫ്ബി സ്വമേധയാ ഉണ്ടാക്കിയ പൈസയിൽ നിന്നല്ല അടച്ചത്, അത് പൊതു ബഡ്ജറ്റിൽ നിന്നാണ് അടച്ചത്, പൊതു എക്സ്ചക്കറിൽ നിന്നാണ് അടച്ചത്. അതുകൊണ്ട് കിഫ്ബിയുടെ ആവശ്യമേ ഇല്ല. കിഫ്ബി എന്ന് പറയുന്നത് വെറുതെ ഒരു ഏട്ടിലെ മച്ചിപ്പശു കണക്ക് എന്ന വാദമെടുത്താൽ, അല്ലെങ്കിൽ ഒരു വെള്ളാന കണക്ക് അവിടെ നിൽക്കുകയാണ്.